നമസ്കാരം. വയനാട്ടിൽ നടന്ന മഹാദുരന്തത്തിനിടയിലും എതിർ ശബ്ദങ്ങളെ വെട്ടിനിർത്താനുള്ള വടിവാൾ കയ്യിലിരിക്കുകയാണ് പിണറായി വിജയൻ. എതിർ ശബ്ദങ്ങൾ പിണറായിക്ക് പിടിക്കില്ല. അത് കേൾക്കാനോ അതിലെ ശരിയും തെറ്റും ചികയാനോ പിണറായി ശ്രമിക്കാറില്ല. വാക്കും പ്രവൃത്തികളും കൊണ്ട് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ അത്ര നല്ല സൽപ്പേരാണ് പിണറായി വാങ്ങിക്കൂട്ടി വച്ചിരിക്കുന്നത്. ദേശാഭിമാനിയിലെ ചില പത്രവാർത്തകൾ പോലും ഈ കുപ്രസിദ്ധിയാണ് പിണറായിക്ക് മേൽ തേച്ചൊട്ടിച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്കും ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കും എതിരെ പിണറായി പോലീസിന്റെ നീക്കമുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി 14 കേസുകളാണ് പിണറായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 194 പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുകയുമാണ്. തിരുവനന്തപുരം സിറ്റിയിൽ 4ഉം എറണാകുളം സിറ്റിയിലും പാലക്കാടും 2 വീതവും, കൊല്ലം സിറ്റി, എറണാകുളം റൂറൽ, തൃശൂർ സിറ്റി, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ 1 വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്ന അറിയിപ്പും പോലീസ് നടത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയ കോഴിക്കോടൻസ് 2.0 എന്ന എക്സ് പേജിനെതിരെ കോഴിക്കോട്ടും വയനാട്ടിലും സൈബർ കേസ് എടുത്തിട്ടുണ്ട്. ചേർത്ത് പിടിക്കാം വയനാടിനെ എന്ന സർക്കാർ പ്രചാരണത്തിനെതിരെയാണ് പോസ്റ്റ് പ്രചരിപ്പിച്ചതെന്നാണ് ആക്ഷേപം. ജനങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കുന്നതിനും സഹായം തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനും BNS 192, 45 വകുപ്പുകളും ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പും ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. കോഴിക്കോട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കൽപ്പറ്റ സൈബർ പോലീസിന് കൈമാറുന്നുണ്ട്. അതേസമയം ചാലിയാർ പുഴയിൽ വിശദമായ പരിശോധന നടത്തുകയാണ്. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. കൂടുതൽ പേർ അകപ്പെട്ടതായി കരുതുന്ന 15 സ്പോട്ടുകൾ കൂടി കണ്ടെത്തിയിരിക്കെ വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെ ഉരുൾപൊട്ടൽ ബാധിച്ചതായാണ് വിവരം. സൈന്യം നിർമ്മിച്ച ബെയിലി പാലം തുറന്നത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി. കൂടുതൽ JCBകളും ഹിറ്റാച്ചുകളും അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കും. 6 മേഖലകളായി തിരിച്ചാകും ഇന്ന് തിരച്ചിൽ നടത്തുക. NDRF, DST, കോസ്റ്റ് ഗാർഡ്, നേവി തുടങ്ങിയ വിഭാഗങ്ങൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും 1 വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. റഡാർ സംവിധാനവും ഹെലികോപ്റ്ററുകളും തിരച്ചിലിന് ഉപയോഗിക്കും. ചെളിയിൽ പുതഞ്ഞ മൃതദേഹങ്ങളടക്കം കണ്ടെത്താൻ നിലവിൽ 6 നായകളും തിരച്ചിൽ സംഘത്തിനൊപ്പമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് ഇന്നെത്തും. ഉരുൾപൊട്ടലുണ്ടായ വയനാട്, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ സജീവ മനുഷ്യ സാന്നിധ്യം നന്നേ കുറവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് കണ്ടെത്തൽ. ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇതിലാകെ 9328 പേരാണുള്ളത്. മേപ്പാടിയിൽ മാത്രം 9 ക്യാമ്പുകളിലെ 578 കുടുംബങ്ങളിലെ 2328 പേരാണുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾക്കുള്ള അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഊർജിതമാക്കും. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററിലെ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്ന് മന്ത്രിതല ഉപസമിതി അറിയിച്ചു. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിൽ നടത്തുക. കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി ടീമും തിരച്ചിൽ നടത്തും. മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ 6 സോണുകളായി തിരിച്ച് 40 ടീമുകളാകും തിരച്ചിലിന് രംഗത്തുണ്ടാകുക. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. നന്ദി.